കുട്ടപ്പായി, ഇച്ഛനെല്ലാം എന്നോട് മറച്ചു വെച്ചു അല്ലേ? കുട്ടപ്പായി, നീ ആയിട്ട് ഇനി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. ഇതൊക്കെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നും കുട്ടപ്പായിക്കില്ല. എന്റെ ഇച്ഛന്റെ കാലൊരെണ്ണം കളഞ്ഞേച്ച് ഇനി അങ്ങനെ ഓടി നടക്കണ്ടവൻ. ചേച്ചി നിയമവിരുദ്ധമായി നീയൊക്കെ കടത്തിക്കൊണ്ടുവന്ന ഈ സ്പിരിറ്റും നിന്നെയും അകത്താക്കാൻ ഒരൊറ്റ കോൾ മതി കുട്ടപ്പായിക്ക്. പക്ഷെ കണക്കുകൾ നേർക്ക് നേർ തീർത്തുള്ള പാരമ്പര്യം എനിക്ക്. അയ്യോ, കണ്ടില്ലേ? ഇതൊന്ന് അടുപ്പിച്ചാൽ ഒരുപിടി ചാരവാ നീ. കുട്ടപ്പായി, നിന്റെ ജീവൻ എനിക്ക് വേണ്ട, പക്ഷെ നിന്റെ ഒരു കൈയും കാലും എനിക്ക് വേണം. കുട്ടപ്പായി, താഴിടാ. ഞാനാ പറഞ്ഞത് താഴിടാൻ. ഇവരെയൊക്കെ നേരെ ചുവ നടക്കാൻ വിട്ട ഇനി ഓരോ ഇച്ഛായമാരുടെ നെഞ്ചത്തോട്ട് കയറും. അപ്പോഴേ അപ്പന് മനസ്സിലാവും. നിയമത്തിന് വേണമെങ്കിൽ തേവക്കാട്ട് മാത്തച്ഛനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഈ അലോഷയെ കസ്റ്റഡി എടുക്കാം, ശിക്ഷിക്കാം. And the same is applicable in your case too. അലോഷയെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കുട്ടപ്പായം കസ്റ്റഡി എടുക്കാം. But I feel... ഹലോ. ഓ സർ, ഇല്ല സർ, കൺക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു ഒത്തുതീർപ്പിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങള്. MLA അടുത്തുണ്ട്. കൊടുക്കണോ സർ? സർ, കഴിഞ്ഞിട്ട് വിളിക്കാം സർ. ആ, കേസും വഴക്കൊന്നും കൂടാതെ കോംപ്രമൈസിൽ എത്തിക്കണമെന്നാ ദാ ഇപ്പൊ വിളിച്ചപ്പോഴും ഹോം മിനിസ്റ്റർ പറഞ്ഞത്. അയ്യോ, ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഛേ, വെച്ച് കളഞ്ഞല്ലോ കളക്ടർ സാറേ. രാവിലെ മിനിസ്റ്റർ വിളിച്ചോ പറഞ്ഞിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുമെന്ന്. അവന്റെ ഒരു മിനിസ്റ്റർ. പ്ലീസ് മിസ്റ്റർ അവറാച്ചൻ, ക്ഷമിക്കണം സർ. സി, ഇതിപ്പോ നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ശരിക്കും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൂടിയാണ്. യെസ്, രണ്ടു കൂട്ടർക്കും ഭരണതലത്തിൽ പിടിപാടുണ്ടെന്ന് കരുതി ഇനി ഈ കുടിപ്പക ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു കോംപ്രമൈസ് തീർച്ചയായും വേണം. ഒന്നുമില്ലേ, ഇത് എന്റെ മണ്ഡലമായി പോയില്ലേ കൊച്ചവസപ്പച്ച. ഇനി എനിക്ക് മാനക്കൻ ഉണ്ടാക്കി വെക്കരുത്. മാനം തേവക്കാട്ടുകാർ ജയിപ്പിച്ചു വിട്ട MLA അല്ലേ താൻ അതേ പറയൂ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പന്നൻ ഉണ്ടാക്കി വെച്ചത്. ആദ്യം ആ കാശെടുത്ത് വെച്ചിട്ട് മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 1.5 കോടി എടുത്ത് മേശപ്പുറത്ത് വെക്കാൻ തേവക്കാട്ടുകാര്. പകരം എന്റെ ഇച്ഛ എന്റെ നഷ്ടപ്പെട്ട കാല് തിരിച്ചു തരുമോ ഈ പന്ന? മിസ്റ്റർ കുട്ടപ്പായ്, പ്ലീസ് കാം ഡൗൺ. അതെ, ക്ഷമിച്ചത് കൊണ്ട് തന്നെ. ഈ ഇരിക്കുന്ന അപ്പനും ഇച്ഛായന്മാരും തറഞ്ഞില്ലായിരുന്നെങ്കിൽ തല്ലി ഒടിച്ച് ദൂരെ എറിഞ്ഞേനെ.
ഇവന്റെ ഒരു കൈയും കാലും ഈ കുട്ടപ്പായി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ അപ്പനെ ഇച്ചായമാരെ നിന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ കത്തിക്കോടാ. കത്തിക്കോടാ നീ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ പറയണേ സാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. അതേടാ, ഇനി പ്രയോഗം വാക്കുകൾ കൊണ്ടല്ല, നീയൊക്കെ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കളക്ടർ സാറേ. രണ്ടിലൊരു കൂട്ടർ തീരാതെ ഈ പ്രശ്നോട്ട് തീരാനും പോകുന്നില്ല. എങ്കിൽ അതാ നല്ലത്. അങ്ങ് വിളിച്ചത് കൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടെ വരെ വന്നത്. എന്നോ നടന്നൊരു പഴങ്കഥയുടെ പേരിൽ പലതും ഞങ്ങൾ ക്ഷമിച്ചു. എന്റെ മോന്റെ കാലൊന്ന് പോയിട്ട് പോലും ഇപ്പോഴും ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ഇവരിനി ഒരു തെറി മനസ്സിൽ നുള്ളിയിട്ടാൽ ഈ തേവക്കാട്ട് അവറാച്ചന്റെ മറ്റൊരു മുഖം കൂടി ഇവർക്ക് കാണേണ്ടി വരും. വാടാ മക്കളെ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. അതെ, നിങ്ങൾ ഒരു വാക്ക് തരണം, തന്നേ ഒക്കൂ. ചേച്ചിമേ, അവരെത്തി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായി വന്നിങ്ങ് കൊണ്ടുവന്നു. ഡോക്ടർ ഇച്ചാന്റെ മുഖത്ത് ഇപ്പഴാണ് തെളിച്ചു വീണത്. ഹീറോണ്ടേ ഇവിടെ മണി. മേബിൾ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ അയ്യോടാ, എന്നാ അനുസരണ. വേണ്ട കുഞ്ഞെ, ഞാൻ വേണ്ട, അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ. കൊണ്ടുപോടി.